അജ്ഞാത വാഹനമിടിച്ച് 6 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോമയിൽ കഴിയുന്ന 9 വയസ്സുകാരി ദൃഷാനയ്ക്ക് സഹായമേകാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ. വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേസ് ഇന്ന് പരിഗണിക്കും. കണ്ണൂർ മേലെചൊവ്വ വടക്കേക്കോവിൽ സുധീറിന്റെയും സ്മിതയുടെയും മകളാണ്. വടകര ചോറോട് ദേശീയപാതയിലുണ്ടായ അപകടത്തിലാണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഫെബ്രുവരി 17 രാത്രി 10 മണിക്കാണ് അപകടം. വടകര ചോറാട് അമൃതാനന്ദമയി മഠം ബസ് സ്റ്റോപ്പിന് സമീപം റോഡ് കുറുകെ കടക്കുന്നതിനിടെ ദൃഷാനയെയും മുത്തശ്ശി ബേബിയെയും തലശ്ശേരി ഭാഗത്തേക്ക് പോയ കാർ ഇടിക്കുകയായിരുന്നു. ബേബി അപകട സ്ഥലത്ത് വെച്ച് മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദൃഷാനയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, ബോധം നഷ്ടപ്പെട്ടു. കോമയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി വലിയ തുകയാണ് നിർധന കുടുംബത്തിന് ചെലവായത്. ബാലികയുടെ ദുരവസ്ഥ മാധ്യമ വാർത്തകളിലൂടെ അറിഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, വിക്ടിം റൈറ്റ്സ് സെന്റർ എന്നിവയുടെ റിപ്പോർട്ടും തേടിയിരുന്നു. അപകടത്തിന് ഇടയാക്കിയ വാഹനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. യാതൊരുവിധ സഹായവും ഈ കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് കോടതി വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടത്. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ അപകടം വരുത്തിയ വാഹനം കണ്ടെത്തണം. ഇടിച്ച വാഹനം കണ്ടെത്താത്ത പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു.